പശ്ചിമ മലരേഖകളുടെ നിഴലിൽ നസാത്രങ്ങളിൽ പോലും വ്യക്തമാക്കാത്ത ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിന്റെ പേര് കരുങ്ങാട്. പകൽ സമയത്തും ആ സ്ഥലം അല്പം ഇരുണ്ടതായി തോന്നുമായിരുന്നു. മണ്ണ് കറുപ്പായിരുന്നു. മഴ വരുമ്പോൾ ആ മണ്ണ് ഒരു വിചിത്രമായ വാസന പുറപ്പെടുത്തു. അത് സാധാരണ മണ്ണിന്റെ വാസനയോ പഴയ രക്തസ്മരണകളോ എന്ന് ആരും ഉറപ്പോടെ പറയാനായില്ല. ആ ഗ്രാമം ഭരിച്ചിരുന്ന ജമീന്ദാറിന്റെ പേര് മുത്തു. അവൻ ക്രൂരനല്ല, കരുണാനിധിയുമല്ല. അവൻ തന്നെ ഒരു രഹസ്യം. ഉയരം കൂടിയ ശരീരം, വെള്ള വെസ്റ്റി, കറുത്ത അംഗവസ്ത്രം, മുഖത്ത് ശാശ്വതമായ ശാന്തി. അന്ന് ശാന്തിയായിരുന്നു ജനങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയത്. കരുങ്ങാടിന്റെ മധ്യഭാഗത്ത് ഒരു പാരമ്പര്യ കൂടാരമുണ്ടായിരുന്നു. ഉയർന്ന മതിലുകൾ, താമ്രക്കുരുമാലകളിൽ ഘടിപ്പിച്ച മരക്കതവുകൾ. രാത്രി സമയത്ത് ആ കൂടാരത്തിന്റെ മേൽച്ചിതവിൽ എപ്പോഴും ഒരു ദീപം മാത്രം തെളിയിക്കപ്പെട്ടിരിക്കും. അത് ആരാണ് തെളിയിക്കുന്നത് എന്ന് ആരും അറിയില്ല. മുത്തു ആ കൂടാരത്തിൽ ഒറ്റക്കായാണ് താമസിച്ചത്. ഭാര്യയില്ല, കുട്ടികളില്ല, ബന്ധുക്കളില്ല. എന്നാൽ അവനൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ ഓർമ്മകൾ. കരുങ്ങാടിൽ 100 വർഷങ്ങളായി പാലിക്കപ്പെടുന്ന ഒരു വിചിത്ര നിയമമുണ്ടായിരുന്നു. സൂര്യന് അസ്തമിച്ചതിനു ശേഷം ആരും കരച്ചിൽ മേഖലയിലേക്ക് പോകരുത്. എന്തുകൊണ്ട് എന്നു ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ജമീന്ദാർ പറഞ്ഞതാണ് എന്നതാണ് ഉത്തരം. ഒരു ദിവസം ആ നിയമം ഒരു യുവാവ് ലംഘിച്ചു. അവന്റെ പേര് കണ്ണൻ. അവൻ ഒരിക്കലും തിരികെ വരലേയില്ല. അതിശയകരമായി ആ വാർത്ത ഗ്രാമത്തിൽ യാതൊരു ഉൾപ്പെടലും സൃഷ്ടിച്ചില്ല. അവന്റെ വീട്ടിലും കരച്ചിലില്ല. അമ്മ, മകൻ തിരികെ വരില്ലെന്ന് മുൻകൂട്ടി അറിഞ്ഞുവെന്ന പോലെ ശാന്തയായിരുന്നു. ആ ശാന്തിയാണ് സത്യത്തിൽ ഭയാനകമായത്. അവിടെ ആ രാത്രി മുത്തു ആദ്യമായി അടിസ്ഥലത്തിലെ വാതിൽ തുറന്നു. 100 വർഷങ്ങൾ പഴക്കമുള്ള ആ മുറിയിൽ മതിലുകളിലെ കറുത്ത അക്ഷരങ്ങളും മന്ത്രചിഹ്നങ്ങളും പൊരുത്തപ്പെട്ടിരുന്നു. നടുവിൽ ഒരു പാറക്കവാടം. അതിനുമീതെ ഒരു പഴയ താമ്രത്തട്ട ഉണങ്ങിയ രക്തത്തിൽ മൂടിയിട്ടുണ്ടായിരുന്നു. മുത്തു അതിന്റെ സ്പർശം തോന്നിച്ചതോടെ അവന്റെ ചെവിയിൽ ഒരു ശബ്ദം ചുപ്പിച്ചു. കാവൽക്കാരൻ ഉറങ്ങരുത്. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് രവിശ്ചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കരുങ്ങാടിലേക്ക് എത്തി. നഗരം വളർന്നവൻ, നീതിയിലെ വിശ്വാസമുള്ളവൻ. ഇവിടെ എന്ത് നടക്കുന്നു എന്ന അവന്റെ ആദ്യചോദ്യം ഗ്രാമത്തെ മൗനമാക്കിയിട്ടുണ്ട്. മുത്തു മാത്രം നേരിട്ട് നോക്കി പറഞ്ഞു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ഉദ്യോഗസ്ഥരെ. അന്ന് രാത്രി രവിശ്ചന്ദ്രന്റെ ഉറക്കം ചില്ല് ശബ്ദത്തിൽ തകരപ്പെട്ടു. ആരോ സ്ത്രീ നടന്നു വരുന്നതുപോലെ. പുറത്തു നോക്കിയാൽ ആരും കാണപ്പെടുന്നില്ല. എന്നാൽ മണ്ണിൽ മാത്രം ചെറിയ രക്തപാതചിഹ്നങ്ങൾ കണ്ടു. മുത്തുവിന്റെ ഭാവി ഘട്ടം നന്നായി പുറത്തുവരിക തുടങ്ങി. അവന്റെ പിതാവ് രത്നം ഒരു ക്രൂര ജമീന്ദാറായിരുന്നു. ഓരോ 10 വർഷത്തിനും ഒരു ബലി, അതാണ് കരുങ്ങാട് രക്ഷിക്കാനുള്ള സമ്പ്രദായം. മുത്തു ആ രക്തം വെറുതെ കണ്ടു. ഒരു രാത്രി ആദ്യ ബലി തടയാൻ ശ്രമിച്ചതോടെ ശാപം രൂപം മാറ്റി. അതിനുശേഷം കരുങ്ങാടിന്റെ ആയ മരങ്ങളും രാത്രിയിൽ സംസാരിക്കാൻ തുടങ്ങി. പോകരുത്, അവൻ അവസാനത്തവണ എന്ന ശബ്ദങ്ങൾ രവിശ്ചന്ദ്രന്റെ ചെവിയിൽപ്പെട്ടു. അത് പാകലിതയോ സത്യമോ എന്ന് അവനേക്കാൾ ആരും സംശയിച്ചില്ല. മുത്തു ഓരോ രാത്രിയും ഒരേ സ്വപ്നം കണ്ടു. കറുത്ത കണ്ണുകളുള്ള, കാലുകളിൽ രക്തം ചോർന്ന ഒരു കുഞ്ഞു പെൺകുട്ടി. ജമീന്ദാരെ, സമയം വന്നിട്ടുണ്ട് എന്ന് അവൾ പറയുകയും ചെയ്തു. ഒരു ദിവസം സ്വപ്നത്തിൽ മാത്രമല്ല, ഉണർന്ന ശേഷവും അവന്റെ പാതിരാത്രി നിലത്തിൽ ഈർപ്പം നിറഞ്ഞ മണ്ണ് കണ്ടു. രവിശ്ചന്ദ്രൻ പഴയ ശിലാശാസനങ്ങളിൽ സത്യത്തെ കണ്ടെത്തി. രക്തം കൊടുക്കാത്ത ദിവസത്തിൽ കരുങ്ങാട് രക്തമെടുക്കും. 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ രാത്രിയിൽ 12 പേർ കാണാതായി. അവരിൽ ഒരാൾ ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് വള്ളി. ജമീന്ദാരന്റെ മകൾ. ബലി തടയാൻ ശ്രമിച്ച പിതാവിന്റെ കൈകളിൽ തന്നെ അവൾ മണ്ണിൽ തൂങ്ങിയിരുന്നു. ആ ദിവസത്തിൽ മുതൽ ഈ മണ്ണ് ഓർമ്മകൾ സൂക്ഷിച്ചു. രവിശ്ചന്ദ്രൻ സത്യത്തിനെതിരെ നിൽക്കുമ്പോൾ മുത്തു പറഞ്ഞു, ഞാൻ ജമീന്ദാർ അല്ല, ഞാൻ കാവൽക്കാരൻ. ഈ പ്രാവശ്യം ബലി നൽകേണ്ടത് ഗ്രാമമല്ല, ഞാൻ തന്നെ. സമ്പ്രദായം നടന്ന ആ രാത്രിയിൽ കരുങ്ങാട് ശാന്തമായിരുന്നു. ചില്ല് ശബ്ദവുമില്ല, ചുപ്പു ശബ്ദവുമില്ല. രാവിലെ മുത്തു കാണാനായില്ല. കല്ലിന്റെ മേലിലുള്ളൊരു പൊട്ടി വെസ്റ്റ് മാത്രം കാണപ്പെട്ടു. അതിനുശേഷം കരുങ്ങാട് മാറാൻ തുടങ്ങി. കറുത്ത മണ്ണ് കഞ്ചാവ് നിറത്തിലായി. പടവികളെത്തി. പക്ഷികൾ തിരികെ വരിക. എന്നാൽ ജനങ്ങളുടെ ഭയം കുറയാതെ ഇത് അവസാനമാണോ ഇടവേളയോ എന്ന് അവർക്ക് സംശയമായിരുന്നു. രവിശ്ചന്ദ്രൻ സ്വപ്നത്തിൽ മുത്തുവിനെ കണ്ടു. ഞാൻ പോയില്ല, ഞാൻ ഇവിടെ തന്നെയാണ് എന്ന അവന്റെ ശബ്ദം മണ്ണിനൊപ്പം മിശ്രിതമായി. വള്ളി അവസാന ആഗ്രഹം പറഞ്ഞു. എനിക്ക് പ്രതികാരം വേണമെന്നില്ല, ഓർമ്മ വേണമെന്നില്ല, മറവിയാണ് മോക്ഷം. അതിനുശേഷം രവിശ്ചന്ദ്രൻ പുതിയ കാവൽക്കാരനായി. അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല, അവൻ തുടരുന്നവനായിരുന്നു. കാലം നീങ്ങി. രവിശ്ചന്ദ്രന്റെ ഓർമ്മകൾ മങ്ങിയാൻ തുടങ്ങി. മുത്തുവിന്റെ മുഖം മറഞ്ഞു. വള്ളിയുടെ ശബ്ദവും അവസാനിച്ചു. മറവിയായപ്പോൾ ആത്മാക്കൾ വിടവാങ്ങി. ഒരു രാത്രി അരമനയിലെ ദീപം നനഞ്ഞു. മണ്ണ് പൊട്ടിച്ചു. അതിൽ നിന്ന് മനുഷ്യരൂപമില്ലാത്ത ഒരു ചന്ദ്രകല അനുസ്വാരം ഉയർന്നു, 100 വർഷങ്ങളിലെ ഓർമ്മകളോടൊപ്പം. ഒരു ദിവസം രാവിലെ കരുങ്ങാട് നക്ഷത്രങ്ങളിൽ നിന്നും അദൃശ്യമായി. ആ സ്ഥലത്ത് വെറും ശൂന്യമായ ഭൂമി മാത്രം. മുത്തുവും ഇല്ല, രവിശ്ചന്ദ്രനും ഇല്ല, വള്ളിയും ഇല്ല. എന്നാൽ ആ മണ്ണിൽ നിന്നവർക്കൊരു അനുഭവം മാത്രം ബാക്കി. നാം ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നുവെന്ന്. 100 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ആ ഭൂമിയിൽ കളിച്ചു. മണ്ണ് സ്പർശിച്ചു, ചിരിച്ചു. ആ ചിരിയിൽ ഒരു പഴയ ചിരി കൂടി ചേർന്നിരുന്നു.